നിങ്ങൾ എനിക്ക് തോന്നുന്ന മൈത്രി ഡയറക്ടറാണ്, എനിക്കറിയാം. ആത്മഹത്യ നടക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫലവത്താവുന്നുണ്ടോ കേരളത്തിലെ ക്യാമ്പസുകളിൽ? ഈ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ തന്നെ ഒരു മുഖമുദ്ര പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വയലൻസ് അതിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. വയലൻസ് പല രീതിയിൽ കയറി വരാം. അതിൽ വയലൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മൾ ഏറ്റവും യങ് ആയിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ്. പ്രത്യേകിച്ചും ഈ യൂത്തിൻ്റെ, അതായത് കൗമാരപ്രായം കഴിഞ്ഞ് യൂത്തിലേക്ക് പോകുമ്പോഴാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നതും. ആ ബ്രെയിൻ ഒത്തിരി റിസ്ക് ടേക്കിംഗ്, ഏത് റിസ്ക് എടുക്കാനും തയ്യാറാകും. അതുപോലെ തന്നെ പെട്ടെന്ന് വികാരത്തിന് അടിപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യയാണോ എന്ന് അവർക്ക് സംശയം ഉണ്ട്. പക്ഷേ അത് ആത്മഹത്യയായിട്ടാണ് ഇതുവരെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളത്. ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്. ആത്മഹത്യ അതിജീവിച്ച ആൾക്കാരില്ല. അവര് അങ്ങനെ ചാടുന്ന ഒരാളുടെ ശരീരത്തിൽ വേണ്ടുന്ന മുഖത്തൊക്കെ തലയിലുണ്ടാകുന്ന പാടുകൾ ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഒരു അവരുടെ ഒരു നിഗമനമായിരിക്കാം. ഇപ്പൊ ഏതായാലും അത് ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നല്ലോ. അപ്പോൾ ആത്മഹത്യ ഒരു സഹായത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു രീതിയിലും പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നതും പഠിക്കുന്നതും ആത്മഹത്യ അതിജീവിച്ച പലരിലും നടത്തിയ പഠനങ്ങൾ പറയുന്നത് മരിക്കാനുള്ള ആഗ്രഹം കുറവും ഒരു പ്രതികരിക്കാനുള്ളൊരു വേദിയായിട്ടാണ് അതിനെ കാണുന്നത്. ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു രീതിയിലും പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈക്ക് ആലോചിച്ചത്. ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അവിടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞൊരു ഇപ്പം സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ ഒരു എംപതറ്റിക് ലിസണിങ് അല്ലെങ്കിൽ ഒരു എംപതറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആത്മഹത്യ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിംഗിൾ റീസൺ കൊണ്ട് ആരും ആത്മഹത്യ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് ഒത്തിരി വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള അടിച്ചമർത്തൽ കൊണ്ട് ഒരു സിംഗിൾ ഇൻസിഡന്റ് ചിലപ്പോൾ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ആപ്പിന് വേണ്ടിയിട്ടും അദ്ദേഹത്തെ ഒരു കുറ്റക്കാരനായി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ ചിത്രീകരിച്ചതും എല്ലാം അദ്ദേഹത്തിനേക്ക് വളരെയധികം ഒരു ഷോക്കായിട്ടുണ്ടാവും. ഒരു ലിസണിങ്, ഒരു എമ്പത്തി ആരും അവിടെ ഒരു കൺസിഡറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായില്ലേക്കാം. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഇത് നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസിൽ നടക്കുന്ന കലാപങ്ങളുമായിട്ട് കേരള സമൂഹം പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ആത്മഹത്യ എന്നുള്ള വിഷയവുമായിട്ട് തന്നെ കേരള സമൂഹം പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ആത്മഹത്യ എനിക്കറിയില്ല, ഈ ചാനലുകൾ എണ്ണം കൂടിയതുകൊണ്ടാണോ, സോഷ്യൽ മീഡിയ കൂടുതൽ സജീവമായതുകൊണ്ടാണോ അറിയില്ല, ഈ മരണങ്ങളും കൊലപാതകങ്ങളും അതിന്റെ എല്ലാ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കും. അതെ. അപ്പൊ അത് കേട്ടപ്പോൾ ഇതൊരു സാധാരണ ഒരു ഈച്ച ചത്തുപോയി എന്നുള്ളൊരു കൗതുകത്തിലാണ് ആൾക്കാർ ഒരു മനുഷ്യന്റെ മരണത്തെ കാണുന്നത്. ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ആത്മഹത്യയാണെങ്കിൽ സമൂഹം സാധൂകരിക്കുന്നുണ്ട്, അവൻ ചെയ്ത് നന്നായി എന്ന് പോലും പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ആത്മഹത്യ അംഗീകരിക്കുകയും ആത്മഹത്യ ശരിയാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോലും എത്തുന്നുണ്ട്. ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ആത്മഹത്യ ചെയ്യണമായിരിക്കും നല്ലത്. ചില ആൾക്കാർ വെറുതെ എങ്കിലും പറയാറുണ്ട് എനിക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആത്മഹത്യ ഞാൻ ചെയ്യും എന്ന് വരെ വളരെ ലാഘവ ബുദ്ധിയോടെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, നമ്മൾ അതിനകത്ത് ചെന്ന് തുടങ്ങി എന്നുള്ള മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.